പക്ഷെ ലാലേട്ടൻ വന്നെന്ന് പറയും ഇതൊരു മൈൻഡ് ഗെയിം ആണ്. വല്ലതും മനസ്സിലാവോ അതില് മൈൻഡ് ഗെയിമിൽ? അത് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല. ലാലേട്ടൻ അങ്ങനെ ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മൾ തമാശക്ക് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കിയത് അനുവിന്റെ കാര്യം അങ്ങനെ പുറത്ത് വന്നില്ലേ, എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അനു ആര്യനും തമ്മിൽ ഇഷ്ടമാണ് എടി, അവനെന്നെ നോക്കുന്നടി. അപ്പൊ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഞാനാണ്, എനിക്കെപ്പോഴും സെന്ററിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നടുക്കിരിക്കുന്ന സമയത്ത് ഇപ്പഴത്തെ അനു വന്നിരുന്നു. ഓക്കെ, ഞാനൊരു ബ്ലൂ കളർ ഡ്രസ്സാണെന്ന് ഇട്ടത്. ആര്യൻ ആ ബ്ലൂ ഇട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മളെ കളിയാക്കുന്നുണ്ട്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രവീൺ വന്നു. പ്രവീൺ വന്നപ്പോ ലൗ ട്രാക്ക് പിരിക്കാൻ നല്ലു പ്രവീണിന്റെ അടുത്ത് വാഷ്റൂമിന്റെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ശ്രദ്ധിച്ചല്ലോ, വാഷ്റൂമിന്റെ സൈഡിൽ ഇരുന്നിട്ട് അനുമോള് പ്രവീണിനോട് ലൗ ട്രാക്ക് പിടിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വീഡിയോ നമുക്ക് കാണാം. എനിക്കറിയത്തില്ല ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിസൺ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കയ്യിൽ നിന്ന് പോയതാണോ, അത് കുളിപ്പിച്ച് കൊച്ചില്ലാത്ത അവസ്ഥയാണോ, വെളുക്കാൻ വെച്ചത് പാണ്ടായോ, വേലിക്കിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചതാണോ, എന്താ ഏതോ ഒരു ഐഡിയ ഇല്ല. ലൈക്ക് ഒരുപാട് ലൂസ് ടോക്സ്, അൺനെസസറി ടോക്സ് വരുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി വന്നു. അതൊക്കെ എന്റെ പ്രേക്ഷകർ എന്ന് പറയുമ്പോ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി കുടുംബത്തിലുള്ള പ്രേക്ഷകർ എന്ന് പറയുന്നത്. ഞാൻ ലൗ ട്രാക്ക് പിടിക്കാൻ നമ്മൾ പറഞ്ഞു എന്നെ മറ്റേ തോക്ക് പിടിച്ചിട്ട് പറയുകയാണ്. ലൗ ട്രാക്ക് പിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്റർവ്യൂവിൽ ഒരാള് അഞ്ജന മാം ആയിരുന്നു. ബാക്കി സെർഗോ സാർ ഉണ്ടായിരുന്നു, കിഷൻ സാറിന്, ഒരുപാട് പേര്. അതായത് ഏഷ്യാനെറ്റിന്റെ എല്ലാ ആൾക്കാരും, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇരുന്നിട്ടുള്ള വലിയൊരു ഇന്റർവ്യൂ ആണ്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇതിലെ ക്വസ്റ്റ്യൻസും ഒരു പാനലിനെ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു അങ്ങനെ സെലക്ഷൻ കിട്ടി ബിഗ് ബോസിൽ പോയി. അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഞാൻ ആ ഏഷ്യാനെറ്റ് ട്രോള് വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരു സ്കിറ്റ് നമ്മുടെ ഫിനാലിക്ക് പെർഫോം ചെയ്തപ്പോഴാണ് ആലോചിക്കുന്നത് ഈ ബിൻസി എങ്ങനെ അതിൽ വന്നു. ശൈത്യ PR കൊടുത്ത കാര്യം ശൈത്യ പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവരോടും അത് അംഗീകരിക്കുന്നുണ്ട്. ഇവൻ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, PR കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ശൈത്യ വിറ്റ് ആവേണ്ട ആളായിരുന്നു, കുറച്ചാളോട് നിന്നെന്ന് പറഞ്ഞില്ല. അതുപോലെ എനിക്ക് നിൽക്കായിരുന്നു, എനിക്കത് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിർത്താൻ പറ്റുമോ? അത് ഞാൻ 100% വിശ്വസിക്കുന്നതാണ്. ഹായ്, ഹലോ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു സം അപ്ഡേറ്റ്സ്. എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ ഗൈസ്, നല്ല തലവേദന, എൻ്റെ കണ്ണ് കുറച്ച് സീനായിട്ടിരിക്കുകയാണ്. ഞാൻ മടിച്ചാണ് ഇരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ജോലി നമ്മൾ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആക്ച്വലി ഈ ഒരു സീസണിലാണ് റീ എൻട്രി സമയത്തും ഇന്റർവ്യൂ സീസൺ കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള മെച്യൂരിറ്റിയോ കോമൺ സെൻസോ ഇല്ലാതെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളെ തന്നെ ടോർച്ചർ ചെയ്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും സൈലൻസ് ഈസ് ദ ബെസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഒനീലുണ്ട്, അഭിശ്രീ ഉണ്ട്, അതേപോലെ അക്ബർ ഉണ്ട്, ഷാനോസ്, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ. ഇവരൊന്നും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ കുറച്ചു പേര് ആണ് ഇങ്ങനെ വായി തോന്നാതെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ നടക്കുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇന്നലെ തൊട്ട് ഇന്ന് കാലത്ത് വരെ പലയിടത്തും ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. അത് അപ്പാനി RJ ബിൻസി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ആ സംഭവത്തിനെ തൊടാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്കത് താല്പര്യമില്ല. കാരണം അതിനൊന്നും എനിക്കറിയത്തില്ല. ഞാനത് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്ന എനിക്ക് അതിനകത്ത് എനിക്കൊന്നും മിണ്ടാനില്ല അതിനെ പറ്റിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്ന കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ ഈ സംസാരിച്ച കാര്യങ്ങൾ, അതായത് ഈ ഒരു വിഷയം അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോസിൽ ഇവര് പറയുന്നുണ്ട്, ഈ ഇന്റർവ്യൂല് ഈ വ്യക്തി പറയുന്നുണ്ട് ലാലേട്ടൻ അങ്ങനെ പലതും പറയും, നമ്മളതൊന്നും കേൾക്കാറില്ല.
അതൊക്കെ ഒരു കണ്ടസ്റ്റന്റ് പോലും ഈ സീസൺ 6 വരെ അല്ലെങ്കിൽ സീസൺ 7 മറ്റു കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഒരാൾ പോലും ഇത്രയും ഇറെസ്പെക്ട്ഫുൾ ആയിട്ട് ലാലേട്ടനെ അഡ്രസ് ചെയ്തിട്ടില്ല. അതെനിക്ക് സംസാരിക്കാതെ ഇരിക്കാൻ വയ്യ. ഇറ്റ്സ് എ പ്യുവർലി മൈൻഡ് ഗെയിം. ഈ ഒരു ഇന്റർവ്യൂ ഇത് ഇവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബിഗ് ബോസിനോടുള്ള വിശ്വാസം പോയി എന്നാണ് പറയുന്നത്. ബിഗ് ബോസിനോടുള്ള വിശ്വാസം പോകേണ്ട കാര്യമില്ല. കാരണം ഓരോ സീസണിലും ഓരോ ടൈപ്പ് ഗെയിമാണ്. ഒരേ ഗെയിമാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആർക്കും ഇത്ര ഈസി ആയിട്ട് പോയി കാര്യങ്ങൾ നേടാമല്ലോ. അപ്പൊ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ കോൺട്രാക്ട് ടൈം വരെ ഒരു കാര്യം കമാന്ന് എബൌട്ട് ഗെയിമിനെ പറ്റിയിട്ടാണെങ്കിലും അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണെങ്കിലും ഒന്നും സംസാരിക്കാൻ പാടില്ല. ഈവൻ സീസൺ 6 തോന്നുന്നു ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് ഏഷ്യനെറ്റിന്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്തത്. കാരണം എനിക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇവർക്ക് ഇതൊന്നും ബാധകമില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ RJ ബിൻസി സംസാരിക്കുന്ന ഈ പല കാര്യങ്ങൾക്കും പണി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ വിനുവിന്റെ വീഡിയോ നമ്മൾ കേട്ടു അല്ലെ, ഈ കഴിഞ്ഞ സീസൺ വരെ, അതായത് സീസൺ 6 വരെ കോസ്റ്റ്യൂംസിന്റെ കാര്യം. പക്ഷെ അതിനകത്ത് അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ കറുപ്പ് അത് ആക്ച്വലി നമ്മൾ കോസ്റ്റ്യൂം കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കറുത്ത ഡ്രസ്സ് തന്നിട്ടുണ്ട് കേട്ടോ, അതിനെപ്പറ്റി ആ കോസ്റ്റ്യൂം തരണം കേട്ടോ, ആ രീതിയിലല്ല. ഓഫ് കോഴ്സ് ഇവരിത് ഷഫിൾ ചെയ്യും, ഈ ഡ്രസ്സ് ഓഫ് കോഴ്സ് അവർ ഷഫിൾ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെ ആക്ടർ ബാലചേട്ടൻ പറഞ്ഞ മാതിരി ബാക്കിയുള്ളവരൊക്കെ എന്താ പൊട്ടനാ അപ്പൊ ഞാനൊക്കെ ആലോചിക്കും, ഞാനൊക്കെ ഇപ്പൊ എന്താ പൊട്ടത്തിയായിരുന്നു. ഈ പുറത്തിറങ്ങി കഴിയുമ്പോൾ പല സംഭവങ്ങളും ബിഗ് ബോസിൽ അങ്ങനെ ചെയ്യും, ബിഗ് ബോസിൽ ഇങ്ങനെ ചെയ്യും, ബിഗ് ബോസിൽ അങ്ങനെയാണ്, പുറത്തിറങ്ങിയതിനു ശേഷം ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ അപ്പൊ PR ഇല്ല ഒന്നുമില്ലാതെ കളിച്ചിട്ടും PR ഉള്ളവർ കളിച്ചിട്ടാണെങ്കിലും മണ്ടന്മാരാണോ ബാക്കിയുള്ളവർ എനിക്ക് അറിയാൻ പാടില്ല. ഇതിനകത്ത് RJ ബിൻസി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് PR ഉണ്ടായിരുന്നെങ്കിൽ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, PR ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി നിൽക്കാമായിരുന്നു, ബിൻസി അല്ലായിരുന്നു വേറൊരാളാണ് ഇറങ്ങേണ്ടിരുന്നത്. അത് കേട്ടപ്പോ പിന്നെയും ഇതായി. അപ്പൊ മൊത്തത്തിൽ ഷോയെ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലും ലാലേട്ടൻ അങ്ങനെ പലതും പറയും, അത് വിഷയമില്ല എന്നുള്ള രീതിയിലുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കൊരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് ഒരു ഇതില്ലാതെ, ഒരു കണക്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും RJ ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അനുമോളെ കുറ്റം പറയാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അനുമോള് PR കൊടുക്കാത്തതിന്റെ കാര്യം 14 ലക്ഷത്തിന്റെ PR കൊടുത്തു എന്ന് പറയുന്നു. വിനു 11 അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ PR ഉണ്ടെന്ന് തന്നെ വെച്ചു, എന്താണ് വിഷയം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിത് സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. PR ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോളൂ. ഇന്ന് ഈ മൂലയിൽ ഇരിക്കുക, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മുഴുവൻ തെക്കേ മൂലയിൽ ഇരിക്കുക. അടുത്ത ആഴ്ചത്തെ തെക്കേ മൂല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ത്രികോണം മധ്യത്തിൽ പോയിരിക്കുക. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ വിനു പറഞ്ഞിട്ടുണ്ട് ശൈത്യയുടെ കേസ് PR തന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു കണ്ടന്റ് പോലും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതായത് ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല. അതേപോലെ RJ ബിൻസിയും കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. RJ ബിൻസിന്റെ ടോപ്പിക്ക് വരികയാണെങ്കിലും PR ഉണ്ടായിരുന്നെങ്കിൽ, അതായത് വെറുതെ അവിടെ നിന്നാൽ മതി, പുറത്ത് PR കൊടുത്തിട്ട് വെറുതെ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് വരികയാണെങ്കിൽ ഇപ്പോ ഇതില് നമ്മുടെ അനുമോളുടെയും പ്രവീണിന്റെയും ഒരു സംസാരത്തിൽ അനുമോള് പ്രവീണിനോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് വീഡിയോസ് ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചതുകൊണ്ടാണ് പ്രപ്പോസ് ചെയ്യുന്ന ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ടോ. ലവ് ട്രാക്ക് പിടിക്കാൻ അവർ നോക്കിയിട്ടില്ല. അത് പ്രവീൺ ഓൾറെഡി പറയുന്നുണ്ട് ലവ് ട്രാക്ക് നോക്കാൻ പിടിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ RJ ബിൻസി അവിടെയും പ്രവീണിനോട് അനു എന്താ ചെയ്തത്, അനീഷിനോട് എന്താ ചെയ്തത്, ആ രീതിയിലാണ് അവിടെ സംസാരം പോയത്. മനസ്സിലായോ? അതേപോലെ റീ എൻട്രി കയറിയ സമയത്ത് നല്ല ഡീസന്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങായിരുന്നു. പക്ഷെ അവിടെ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരവും കോൺവെർസേഷനൊക്കെ ആയിട്ട് അവസാനം എന്തായി, ആകെ മൊത്തം മെസ്സായി. എഗെയിൻ എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മസ്താനെ പറ്റി കുറ്റം പറയുന്നു, അതല്ലെങ്കിൽ ലാലേട്ടനെ വരെ, മനസ്സിലായോ, ലാലേട്ടനെ വരെ RJ ബിൻസിക്ക് ഒരു വിഷയമില്ല. എനിക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി ആ ഒരു സംസാരം. അവിടെ അങ്ങനെ അത് തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഈ സീസൺ 6 വരെ ലാലേട്ടൻ വരുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. സീസൺ 7 ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പൊ കോസ്റ്റ്യൂമിന്റെ കാര്യമാണെങ്കിലും ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ക്യാമറയിൽ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞു പോവാണ്, അമ്മ ഞാൻ ഡേഞ്ചർ സോണിലാണെങ്കിൽ റെഡ് അയക്കണം കേട്ടോ, ഞാൻ ഹാപ്പി ആണെങ്കിൽ, ഞാൻ പുറത്ത് ഓക്കെ ആണെങ്കിൽ വൈറ്റ് ഡ്രസ്സ് തന്നു വിടണം കേട്ടോ, ഞാൻ ക്ലിഞ്ഞോ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ 2 പീസ് തന്നു വിടണം കേട്ടോ ഒന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ചെല്ലുമ്പോൾ ബിഗ് ബോസ് ഓട്ടോമാറ്റിക്കലി സംഭവം ഷഫിൾ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ സീസൺ വരെ എന്റെ അറിവിൽ അങ്ങനെ നടന്നിട്ടില്ല. കാരണം ഞാൻ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടും വലിയ സംഭവമൊന്നുമല്ല. എന്നാലും 36 ഡേയ്സ് നിന്നൊരു പരിചയത്തിലും 100 ദിവസം നിന്നവരായിട്ടും സീസൺ 6 വരെ എല്ലാവരുടെയും കണക്ഷൻ ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കോസ്റ്റ്യൂം പരിപാടി എന്റെ അറിവിൽ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു സീസണിൽ 100 ഡേയ്സിലെ കോസ്റ്റ്യൂംസും കൊണ്ടുപോയിട്ടുണ്ട്.
മനസ്സിലായോ? നിർത്തിയല്ല കൊണ്ടുപോയിക്കണം. കാരണം ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിന്റെ പേരിൽ ഡൗട്ട് അടിച്ചിട്ടാണോ എന്തോ ബിഗ് ബോസ് 100 ഡേയ്സിന്റെ കോസ്റ്റ്യൂംസ് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവരാണ് നമുക്ക് വീക്കെൻഡ്സിൽ നമുക്ക് കോസ്റ്റ്യൂംസ് തരുന്നത്. ചില കോസ്റ്റ്യൂംസ്, ടാസ്കിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ അവരാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ആർജെ ബിൻസിയുടെ ഇന്റർവ്യൂസ് കണ്ടതിന്റെയും ഭാഗമായിട്ട് എന്താണെങ്കിലും ആള് പറയുന്നുണ്ട് ഞാൻ ഏറി പോയിട്ടില്ല, ഞാൻ എന്റേതായ തിരക്കും കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്റർവ്യൂവിൽ ആണെങ്കിൽ പോലും വെറുതെ അനുമോളെ കുറ്റം പറയുക, അതല്ലെങ്കിൽ മസ്താനെ കുറ്റം പറയുക, PR ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു, PR ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചു കാലം കൂടി നിൽക്കായിരുന്നു. അത് സിമ്പിൾ അല്ല. അതിന്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുക്കാതെ ഒരാൾക്കും എന്ത് PR ഉണ്ടെങ്കിലും നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂസിൽ എല്ലാത്തിലാണെങ്കിലും ആളുടെ സ്ലിപ്പ് ഓഫ് ദ ടങ് ആണോ അതോ ആള് മനഃപൂർവ്വം പറയുന്നതാണോ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ആകെ മൊത്തം ടോട്ടലി ഒരു എന്തിനാണ് ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? എന്നിട്ട് ഇതെല്ലാം എല്ലാ ഇന്റർവ്യൂസിലും വന്നിരുന്ന് ഇങ്ങനെ കുറ്റം പറയും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ലൈവിൽ വന്നിട്ട് പറയാണ് ബിഗ് ബോസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നമുക്ക് ആ ടോപ്പിക് കൂടെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. അപ്പൊ ഇന്റർവ്യൂവിൽ ഒരു ഫേസ്, അവിടെ ഗെയിം കളിക്കുമ്പോൾ ഒരു ഫേസ്, ഇത് കഴിയുമ്പോൾ വേറൊരു ഫേസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി നമ്മളിപ്പോ ആരെയും സംസാരിക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെ ഒന്നും അല്ല വരുന്നത്. പക്ഷെ ഈ ഒരു സീസണിൽ മാത്രം ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ അതിന്റെ അകത്ത് റീ എൻട്രിയിൽ പോയപ്പോൾ സംസാരിച്ച ഒരു സംഭവമാണ് ഞാൻ അവിടെ കേൾപ്പിച്ചത്. അതായത് അനുമോൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അനുമോളും അതായത് അപ്പാനെയും ആർജെ ബിൻസും എല്ലാ പ്രശ്നത്തെ പറ്റിയിട്ട് അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് റീ എൻട്രിക്ക് പോയിട്ട് അവിടെ ചോദിച്ച് ക്ലിഞ്ഞോ ഒന്നും ആക്കേണ്ട അവസ്ഥയില്ല. നമ്മുടെ ഗെയിം കഴിഞ്ഞു, നമ്മുടെ വേഷം കഴിഞ്ഞു, നമ്മൾ അവിടെ ഗസ്റ്റ് ആയിട്ടാണ് ചെന്നിരിക്കുന്നത്. ഇൻ കേസ് ആരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഒതുക്കത്തിലും ഇതിലും ആരും അറിയാതെ ആ ഒരു രീതിയിൽ സംസാരിച്ച് തീർക്കാം. പക്ഷെ ഇവിടെ എല്ലാം ഉൾട്ടടിച്ച് ഭയങ്കര ഒരു ഇമ്മച്വർ ക്യാരക്ടേഴ്സ് ആണ്. ശൈത്യ ആണെങ്കിലും ആർജെ ബിൻസി ആണെങ്കിലും ബിന്നി ആണെങ്കിലും അതേപോലെ റെന ഫാത്തിമ ആണെങ്കിലും ചെയ്ത്. കാരണം ഞങ്ങളുടെ സീസൺ 6 വരെ ഇങ്ങനെ ഒരു പ്രശ്നമോ കുത്തിത്തിരിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കാലത്തൊട്ട് പല വീഡിയോസ് എല്ലാം പലയിടത്ത് കറങ്ങി നടക്കുന്നുണ്ട്. നമുക്കൊന്നും ഞാൻ ഒരു നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത് എന്തോ നമുക്കറിയത്തില്ല. അതിന്റെ സത്യാവസ്ഥ എന്താണ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഞാനത് എടുത്തു വെച്ച് കീറി കണ്ടു, ആർജെ ബിൻസി ചെയ്ത് കണ്ടു, അപ്പാനി ചെയ്ത് കണ്ടു. ഐ ഡോ വോണ്ട് ദാറ്റ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഈ ഇന്റർവ്യൂ എടുത്ത് ഞാൻ പറയാനുള്ള കാരണം ഒന്ന് ലാലേട്ടൻ അങ്ങനെ പലതും പറഞ്ഞ സംഭവം, പിന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യം, പിന്നെ PR-ന്റെ കാര്യം. അത് ജസ്റ്റ് സിമ്പിൾ ആണെന്നുള്ള രീതിയിൽ PR ഉണ്ടായിരുന്നെങ്കിൽ നിൽക്കായിരുന്നു. അവനും എന്നോട് പറഞ്ഞിട്ടുണ്ട് 16 ലക്ഷത്തിന്റെ കണക്ക് എന്ന് പറയുന്നു. അതെ, ഇതൊക്കെ ഇനിയിപ്പോ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കപ്പും കൊണ്ട് ആള് പോയി അനു നടന്ന് അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു. വെടിക്കെട്ടും കഴിഞ്ഞ് പുക കഴിഞ്ഞിട്ട് ആകാശം എന്താ മൊത്തം ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇറ്റ്സ് ഡൺ. അപ്പൊ ഇന്റർവ്യൂ ടൈമിലാണെങ്കിലും ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അത് അവിടെ കഴിഞ്ഞു എന്നുള്ളൊരു സംസാരം വരുന്നില്ല. ഇറ്റ്സ് ലിറ്ററലി ഒരു എന്താണ് ഇത് ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഇതിൽ പലരോടും സംസാരിച്ചപ്പോഴും അതിന്റെ ഉള്ളിൽ നടന്ന സംഭവം അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ തീർക്കണം എന്നാണ് പറഞ്ഞത്. അതല്ല ശരിക്കും എക്സാക്ട് നടക്കേണ്ടത്. എവിക്റ്റ് ആയാൽ പിന്നെ യു ആർ നോട്ട് എ ഗെയിമർ ഓഫ് ദ ബിഗ് ബോസ്, യു ആർ ജസ്റ്റ് എ ഗസ്റ്റ് ഓഫ് ദ ബിഗ് ബോസ്. കാരണം അത് ഗെയിമർ ആയിരുന്നു, ഇപ്പൊ അതല്ല. അപ്പൊ അതിന് പുറത്തിറങ്ങിയിട്ട് അത് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. അതല്ലാതെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി പിന്നെ പുറത്തിറങ്ങി വന്നിട്ടാണെങ്കിലും അനുമോളെയാണ് മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ ഏത് ഇന്റർവ്യൂ നോക്കിയാലും മനസ്സിലാവും അനുമോളെയാണ് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ അതിനകത്ത് ലാലേട്ടന്റെ പേരും കൂടി വന്നു. മൈൻഡ് ഗെയിമാന്ന് പറഞ്ഞാലും ലാലേട്ടൻ അങ്ങനെ പലതും പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. വാട്ട് ഈസ് ദിസ്? കാരണം ഞാൻ ഭയങ്കര സംഭവമാണ്, എൻ്റെ അടിപൊളി ക്യാരക്ടറാണ് ഒന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു നമ്മൾക്ക് നമ്മുടേതായ ഒരു എത്തിക്സും സംഭവവും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യണം. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കാലങ്ങളായിട്ട് സീസൺ 6 വരെ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അതൊരു മൈൻഡ് ഗെയിമാന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിം തന്നെയാണ്. ആ ഒരു സംസാരവും അത് കോഡിന്റെ സംസാരവും പല കാര്യങ്ങളും ഇങ്ങനെ ലീക്കാക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അനുമോളെ കുറ്റം പറയുന്ന കാര്യങ്ങളും എല്ലായിടത്തും ഇങ്ങനെ പോയിസൺ സ്പ്രെഡ് ചെയ്യുന്നത് എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല.